തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ BJP ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വാദം ബലപ്പെടുത്തുന്ന തരത്തിൽ ഓരോ ദിവസവും തെളിവുകൾ പുറത്തു വരികയാണ്. ഇപ്പോൾ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പോസ്റ്റൽ ബാലറ്റും വോട്ടിംഗ് പാറ്റേണും തമ്മിലുണ്ടായ വലിയ വ്യത്യാസം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് രംഗത്തെത്തിയതിന് പിന്നാലെ EVM അട്ടിമറി നടന്നിട്ടുണ്ട്, ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രത്യേകിച്ചും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതേക്കുറിച്ചുള്ള നിയമപരമായ പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുകയും ചെയ്യുന്നു. അതിനിടയിൽ ഈ മേഖലയിലെ കൂടുതൽ വിദഗ്ധർ എങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടാം എന്നതിൻ്റെ സൂചനകൾ നൽകുന്നുണ്ട്, അതിനവർ തെളിവുകൾ നിരത്തുന്നുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തീയതി, അതിനുശേഷം വോട്ടെണ്ണൽ നടക്കുന്ന തീയതി, ഇത് രണ്ടും തമ്മിൽ 15 മുതൽ 30 ദിവസം വരെ വ്യത്യാസമുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP വലിയ വിജയം നേടിയിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില വിദഗ്ധർ. അതായത് ചിപ്പുകൾ ഉപയോഗിച്ച്, ബട്ടണുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ഉറപ്പായും കൃത്രിമത്വം സാധ്യമാണ്, സമയം കിട്ടിയാൽ. അങ്ങനെ സമയം കിട്ടിയ തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കൃത്രിമത്വം കാട്ടിയിട്ടുണ്ട് എന്നുള്ള ആരോപണം ബലപ്പെടുകയാണ്. കഴിഞ്ഞ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ്, ഉത്തർപ്രദേശിൽ വോട്ടെണ്ണൽ നടന്നത് മാർച്ച് 10-ന്. ഇതിനിടയിൽ പല ഘട്ടങ്ങളിലായാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 15 മുതൽ 30 ദിവസം വരെ സമയം കഴിഞ്ഞാണ് അവിടെ വോട്ടെണ്ണൽ നടക്കുന്നത്. ഫെബ്രുവരി 3-ാം തീയതിയും 7-ാം തീയതിയുമായി പ്രധാന തെരഞ്ഞെടുപ്പുകൾ, അതിനുശേഷം 10-ാം തീയതി, മാർച്ച് 10-ാം തീയതി. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാണ് അവിടെ വോട്ടെണ്ണൽ നടക്കുന്നത്. അവിടെ BJP ജയിച്ചു. സമാജ്വാദി പാർട്ടിയുടെ വലിയ മുന്നേറ്റമൊക്കെ അവിടെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് നടന്നില്ല. പ്രതീക്ഷിച്ച ഇടങ്ങളിലൊക്കെ സമാജ്വാദി പാർട്ടിയുടെ വലിയ പരാജയമുണ്ടായി. അന്ന് സമാജ്വാദി പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടതാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 14-ാം തീയതിയാണ് നടന്നത്. വോട്ടെണ്ണൽ നടന്നത് മാർച്ച് 10. 26, 27 ദിവസം അവിടെ വോട്ടെണ്ണലും വോട്ടെടുപ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നു. അവിടെയും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കരുതിയിരുന്നയിടത്ത് BJP അധികാരത്തിലെത്തി. ഗോവയിൽ 14-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്നു, വോട്ടെണ്ണിയത് മാർച്ച് 10-ന്. അവിടെയും കോൺഗ്രസ് മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് സംഭവിച്ചില്ല. പൊതുവായ ട്രെൻഡിന് വിരുദ്ധമായി BJPയുടെ പ്രകടമായ മുന്നേറ്റം അവിടെ ഉണ്ടായി. ഇപ്പോഴത്തെ ഈ 5 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലേക്ക് വന്നാൽ, മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നത് നവംബർ 17-ാം തീയതിയാണ്, വോട്ടെണ്ണുന്നത് ഡിസംബർ 3-ാം തീയതി. 16 ദിവസത്തോളം ഈ വോട്ടെണ്ണലും വോട്ടെടുപ്പും തമ്മിലുള്ള വ്യത്യാസം. രാജസ്ഥാനിൽ 25-ാം തീയതിയാണ്, വോട്ടെണ്ണുന്നത് 3-ാം തീയതിയാണ്. അവിടെയും കൃത്യമായി ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ മാനിപ്പുലേഷൻ നടത്തണമെങ്കിൽ അതിനുള്ള സാധ്യത. ഛത്തീസ്ഗഡിലേക്ക് വരുമ്പോൾ, ഛത്തീസ്ഗഡിൽ 7-ാം തീയതിയും 17-ാം തീയതിയുമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നവംബറിൽ. അവിടെ വോട്ടെണ്ണൽ നടന്നത് എല്ലായിടത്തെയും പോലെ ഡിസംബർ 3-ാം തീയതിയാണ്. അവിടെയും കൃത്യമായ സമയം ലഭിക്കുന്നു. അപ്പോൾ സമയം ലഭിച്ച ഇടങ്ങളിലെല്ലാം BJPക്ക് അനുകൂലമായ വികാരം. തെലങ്കാനയിലേക്ക് വന്നാൽ, തെലങ്കാനയിൽ 30-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു, 3-ാം തീയതി വോട്ടെണ്ണുന്നു. ഒന്നിനുമുള്ള സമയമില്ല. തെലങ്കാനയിൽ BJPക്ക് ഒന്നും ചെയ്യാനും സാധിച്ചില്ല. അവർ അധികാരത്തിലെത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നുവെങ്കിലും, അല്ലെങ്കിൽ 25 സീറ്റിലധികം നേടുമെന്നൊക്കെ അവരുടെ നേതാക്കന്മാർ വാദഗതി ഉന്നയിച്ചിരുന്നുവെങ്കിലും അതൊന്നും സാധ്യമാകാത്ത വിധത്തിൽ. ഇനി കർണാടകയിലേക്ക് പോയാൽ, കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 10-ാം തീയതി വോട്ടെടുപ്പ് നടക്കുന്നു, 13-ാം തീയതി വോട്ടെണ്ണൽ നടക്കുന്നു. അവിടെയും സമയം കിട്ടിയില്ല. അപ്പോൾ സമയം കിട്ടിയ ഇടങ്ങളിലെല്ലാം BJPക്ക് കൃത്യമായി വോട്ടിംഗ് യന്ത്രങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നു. ആ അവസരം അവർ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന യാഥാർത്ഥ്യം. चुनाव हुए 10, 14, 20, 23, 27, 3, 7 फरवरी। रिजल्ट आया 10 मार्च को। आखिरी चुनाव हुआ 7 फरवरी को, रिजल्ट आ रहा है 10 मार्च को, पूरे 1 महीने बाद। नतीजा सबके सामने, BJP जीत गई। उत्तराखंड में चुनाव हुए 14 फरवरी, रिजल्ट आया 10 मार्च को। 24 दिन का पूरा टाइम मिला, BJP जीत गई। पंजाब में तो खैर इनका कोई नाम लेवा ही नहीं था, अगर वहाँ कुछ करते तो पकड़े जाते। गोवा में 14 फरवरी को हुए, रिजल्ट आया 10 मार्च को। मणिपुर में 27 फरवरी और 3 मार्च को हुआ चुनाव, रिजल्ट आया 10 मार्च को। पूरा गैप मिला इन्हें बदलने के लिए। उसके बाद आते हैं जी कर्नाटका। 10 मई को इलेक्शन हुआ कर्नाटका में, 13 मई को रिजल्ट आ गया। BJP का नामो निशान वहाँ पे नहीं था। 3 दिन के अंदर सिर्फ आज सारी समिट हो रही है, अगले दिन वो उनकी काउंटिंग हो रही है और अगले दिन से काउंटिंग शुरू हो गई। ना टाइम मिला, ना हेराफेरी कर सकते थे, ना चेंज कर सकते थे। उसके बाद आपके आते हैं जी छत्तीसगढ़ में 7 और 17 को चुनाव हुआ, रिजल्ट आ रहा है 3 दिसंबर को।
पहले चरण के चुनाव हुए थे इसमें 20 सीटों पे। 20 सीटों में पंडरिया विधानसभा बीजेपी जीती 26,398 वोटों से, कवर्धा से जीती 39,592 से, खैरागढ़ से जीती ये राजनंद से जीती 45,000 वोटों से। पहले चरण के 11 सीटें वो जीत गई और सबका जो रेशो है 25,000 से ऊपर जा रहा है। कांग्रेस का रेशो क्या जा रहा है 1981, 2706 और ये 6434, ये उसका कांग्रेस का रेशो है 30,000 सिर्फ एक जगह पे ये रेशो है। उसके बाद मैं बात करता हूँ आगे आपसे राजस्थान की। 25 नवंबर को इलेक्शन हुआ, 3 को रिजल्ट आ रहा है। इसका मतलब फिर आपको इन्हें टाइम मिला पूरा। छत्तीसगढ़ में आपको बताई दिया 7 और 17, 3 दिसंबर। एमपी में 17 नवंबर को हुआ, रिजल्ट आ रहा है 3 को, 15-16 दिन बाद। तेलंगाना में 30 नवंबर को इलेक्शन हुआ, रिजल्ट आ गया 3 तारीख को तेलंगाना से साफ। मात्र 3 दिन में नहीं कर सकते इतनी, सैकड़ों मशीनें हैं। और सबसे बड़ी बात मैं आपको बताता हूँ, बहुत सारे लोगों को यहाँ याद होगा, आज से 10-15 साल पहले एक STDPC मशीनें चलती थी, याद होगा लोगों को। लोग फोन करने जाते थे, उस टाइम पल्स रेट चलती थी 2, 4, 6, 8 सेकंड की, जो 200 किलोमीटर तक की रेंज होती थी उसमें 2 सेकंड, उसके बाद 4 सेकंड, 6 सेकंड और 8 सेकंड। उस STDPC मशीनों में मात्र बटन दबा के ना, जो 2 सेकंड की पल्स रेट होती थी उसे 1.5 कर दिया जाता था। डिस्प्ले में वो हमेशा 2 सेकंड ही दिखाता था, जो कस्टमर कर रहा है 2 सेकंड के बाद बदलाव हो रहा है। लेकिन अगर उसने 20 सेकंड उसमें दिखा दिया तो एक्चुअल में उसका होता था 15 सेकंड। और जब वो STDPC मशीन वाला शाम को डिटेल निकालता था तो उसे पता चलता था कि मेरी मशीन से बात तो 1 घंटे की हुई है और मैंने इसमें कमा 1.5 घंटे का लिया है। इस तरह से उसमें हेरा फेरी होती थी और कस्टमर को सामने यही दिखता था डिस्प्ले में। तो वही चीज़ अब इसमें हो रही है। अब लोग कहते हैं EVM हैक नहीं हो सकती, क्यों नहीं हो सकती भाई? हैक बटनों का ही तो खेल है। आज की डेट में मोबाइल, कंप्यूटर, लैपटॉप दुनिया भर में बैठे बैठे दुनिया कहाँ से कहाँ में हैक कर लेती है। चलो ब्लूटूथ से नहीं हैक करती तो बटनों से हैक कर सकते हैं। मैं बैठे बैठे कई दिन से इस बात को सोच रहा था कि जब हमारी STDPC मशीनों में हेरफेर हो जाती थी, 4 सेकंड की पल्स रेट को घटा के वो 3 सेकंड की कर देते थे। आप कॉल करोगे 4 सेकंड की पल्स रेट सामने चल रही थी, कस्टमर को दिख रहा है कि मेरी पल्स रेट 4 सेकंड में बदल रही है, मशीन में भी और उसमें भी डिस्प्ले में भी। बिल निकल रहा था 4 सेकंड का, अंदर से जो खाने में खर्च हुआ है वो 3 सेकंड में पल्स रेट चेंज होती थी। ഈ ചിപ്പുകളുമായും ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ ചില മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എണ്ണിയാണ് ആ യാഥാർത്ഥ്യം പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന യാഥാർത്ഥ്യം അതിൽ നിന്ന് ഒളിച്ചോടാനാകില്ല. ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ചിപ്പുകളടക്കമുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടുതലായി ഇറക്കുമതി ചെയ്യുന്നത് നെതർലൻഡ്സിൽ നിന്നാണ്. നെതർലൻഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ആദ്യഘട്ടത്തിലെ ഉപയോഗിച്ചു തുടങ്ങിയ ഒരു രാജ്യമാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിരന്തരമായി ക്രമക്കേടുകൾ നടക്കുന്നു, അത് ഒട്ടുമേ വിശ്വസനീയമല്ല എന്ന നിലപാടിലേക്ക് അവർ എത്തി. നിരന്തരമായ പരിശോധനകളും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടലുമൊക്കെ നടന്ന് നിയമപരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ കൃത്യമായ പരിശോധനകൾ നടത്തി ഒരു കാരണവശാലും അതിനെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന ബോധ്യപ്പെടലുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നിരോധിച്ച രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്ത് അങ്ങനെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നിരോധിച്ച ഒരിടത്ത് നിന്ന് ക്രമക്കേടുകൾ നടത്താൻ സാധ്യമാണ് എന്ന് ബോധ്യപ്പെട്ട് നിരോധിച്ച ഒരു സംസ്ഥാനത്ത് നിന്ന് ഇപ്പോഴും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ചിപ്പുകൾ ഇറക്കുമതി ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് ഉന്നയിച്ച ആ ആരോപണത്തിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് സംഭവിക്കുന്നത്, അങ്ങനെയല്ലേ ഇറക്കുമതി ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ സമയം കിട്ടിയാൽ ബട്ടണുകൾ ഉപയോഗിക്കുന്ന, ചിപ്പുകൾ ഉപയോഗിക്കുന്ന ഒരു യന്ത്രത്തിൽ എന്ത് ക്രമക്കേട് വേണമെങ്കിലും സാധ്യമാണ് എന്നുള്ള കാര്യം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ സമയ വ്യത്യാസം, അതായത് വോട്ടെടുപ്പും വോട്ടെണ്ണലും തമ്മിലുള്ള സമയ വ്യത്യാസം കൂടുതലായി ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ BJP ജയിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലായിടത്തും ജയിച്ചോ? ചിലയിടങ്ങളിൽ BJP ബോധപൂർവം ഈ പണിയൊന്നും സമയം കിട്ടിയിട്ടും പണിയെടുക്കാത്ത ഇടങ്ങളുണ്ട്. ഇപ്പോൾ പഞ്ചാബിൽ 10-15 ദിവസം കിട്ടി, പക്ഷേ അവിടെ പണി ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ചെയ്താൽ അത് സംശയത്തിനിടയാക്കും. കാരണം പഞ്ചാബിൽ BJPക്ക് ഒരു സ്വാധീനവുമില്ല. വേറൊരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിൽ 4മതൊരാൾ ജയിച്ചു കയറുന്നത് അസംഭവ്യമായ കാര്യമാണല്ലോ. അതുകൊണ്ട് പഞ്ചാബ് വിട്ടു. അങ്ങനെ ചിലതൊക്കെ വിട്ടിട്ടുണ്ട്. ഈ കള്ളം ചെയ്യുന്ന ആളുകളും അങ്ങനെയാണ്. കള്ളന്മാരിങ്ങനെ തൂത്തുവാരി കള്ളം ചെയ്യില്ല, ഒരു ഗ്യാപ്പൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്.